ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം ജൂൺ ജൂലൈയിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി ഡേറ്റ് ഷീറ്റ് ഒക്കെ വന്നു. അപ്പോൾ എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിനെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക, എന്തൊക്കെയാണ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് പാറ്റേണിലാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും പഠിക്കാനുള്ള ഒരു പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകാർക്കും ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്റ്റാണ് എക്സാം വരുന്നത്. 8 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 സബ്ജക്റ്റ് നിങ്ങളുടെ കോർ പേപ്പറാണ്, 2 പേപ്പർ ജനറൽ പേപ്പറാണ്, അതുപോലെ 2 പേപ്പർ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അപ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ പെടുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മാർക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഈ സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഉണ്ടായിരിക്കില്ല. എന്നാലും ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് ഷീറ്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മസ്റ്റായിട്ടും എല്ലാ ഷീറ്റും മറച്ചു നോക്കുക, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റായിട്ടും നിങ്ങൾ വായിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ റൂൾസ് പറഞ്ഞിരിക്കുന്നത്, ടൈം എത്രയാണ്, ടോട്ടൽ മാർക്ക് എത്രയാണ്, ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ പേജസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 20 പേജസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ BEVAE 181 ആണ് നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത്. ഇതൊരു കാരണവശാലും നിങ്ങൾ എഴുതുമ്പോഴായാലും അതുപോലെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഇതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. അപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ 3 hours ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിൻ്റെയും ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആവും കൊടുത്തിട്ടുണ്ടാവാം. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കറക്റ്റായിട്ടും ഓരോ എക്സാമിൻ്റെയും ടൈം എത്രയാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന് 2 hours ആണ് ടോട്ടൽ എക്സാമിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് മറന്നു വരരുത്. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. അതായത് 50 മാർക്കിലാണ് നിങ്ങൾക്ക് ഈ എക്സാം വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റും ഓൾമോസ്റ്റ് 100 മാർക്കിലായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം, 50 മാർക്കിലാണ് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ദിസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുള്ളൂ. അതായത് 1 word ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഫോർ ദ കറക്റ്റ് ആൻസർ മസ്റ്റ് ബി മാർക്ഡ് ഓൺലി ഇൻ ദ OMR ഷീറ്റ്. അതായത് നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് OMR ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. OMR ഷീറ്റ് വളരെ കൃത്യമായിട്ട് വായിച്ച് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ OMR ഷീറ്റിൽ നിങ്ങൾക്കറിയാം, സാധാരണ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് വലിച്ചു വാരി എഴുതാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് 4 ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ എന്ന് പിക്ക് ചെയ്തിട്ട് വേണം എഴുതാൻ.
ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ, കാരണം ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, കമ്പൽസറി ആണ്. ദ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെയ്ൻസ് 50 ക്വസ്റ്റ്യൻസ് ഈച്ച് ഓഫ് വിച്ച് ക്യാരി 1 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട, നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുപോലെ 50 മാർക്സ് ആണ് ടോട്ടല്, ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻസ് ഹാവ് 4 ഓൾട്ടർനേറ്റീവ്സ്. നേരത്തെ പറഞ്ഞു, അതായത് 4 നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക, കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കറക്റ്റ് പിക്ക് ചെയ്യുക, OMR ഷീറ്റിൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് വേസ്റ്റ് ടൈം ടു റീഡിങ്. അതായത് നമുക്കറിയാം ഇപ്പോൾ 2 hours ഉണ്ട് 50 മാർക്സ് ഉള്ളു. അപ്പോൾ എല്ലാവരും വിചാരിക്കും OMR അല്ലേ, പെട്ടെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസർ പിക്ക് ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് ഷീറ്റിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ആൻസർ ഷീറ്റിലായാലും ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, കോഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതാൻ നോക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകിച്ച് ഒന്നുമില്ല, 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ്. അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, OMR ഷീറ്റ് കിട്ടുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മൈൻഡിലുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇതുപോലെ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ 1, 2, 3, 4 അങ്ങനെയായിരിക്കും, ABC, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം ഒരു മോഡലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് ആൻസേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ഓർഡർ കറക്റ്റ് അല്ലേ, അതുപോലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇതുപോലെ 28 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഓരോ പേജ് നമ്പറും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. 1 by 1 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പിന്നീട്. അതുപോലെ എക്സാം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റേക്ക് മാറ്റി വെച്ചാൽ അത് പിന്നീട് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. തെറ്റി മാർക്ക് ചെയ്യാനോ, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, തെറ്റി മാർക്ക് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് താഴെയുള്ള ആൻസർ മുകളിലത്തേന് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വേണം ആൻസർ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും ആൻസർ ഷീറ്റിലെ കറക്റ്റ് നമ്പറും നോക്കി എഴുതിയിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ഒരു കൺഫർമേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് 18 പേജോളം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. കാരണം 18 പേജ് 20 പേജോളം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും. കാരണം നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്രയും പേജസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം. അപ്പൊ അങ്ങനെ ടോട്ടല് 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. 50 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 18 പേജ് 20 പേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ OMR ഷീറ്റിന്റെ ഒരു ഡെമോയും കൂടെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അതിൽ ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും OMR ഷീറ്റ് എന്നുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. OMR ഷീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ എല്ലാ ഇയറും ഇങ്ങനെ ആവണം എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു മോഡലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ID കാർഡും നിങ്ങളുടെ ഹാൾ ടിക്കറ്റും വെച്ച് കറക്റ്റ് ആണോ നിങ്ങൾ എഴുതുന്ന എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ കോഡും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതണം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ റിസൾട്ടിനെ വരെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് പർട്ടിക്കുലർ കോഴ്സ് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട് ഇതിൽ. അതുപോലെ കോഴ്സിന്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എൻറോൾമെന്റ് നമ്പർ ചോദിക്കും, നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, പിൻകോഡ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ഫില്ല് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും നിങ്ങളുടെ ID കാർഡും കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടും ഫില്ല് ചെയ്തിട്ട് വേണം ബബിൾ ചെയ്യാൻ. അല്ലാതെ നിങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുക, ടിക്ക് ഇടുക, ഇങ്ങനെ ഡോട്ട് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ബബിൾ ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ
കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഇവിടെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ ഇടാനുണ്ട്, ഡേറ്റ് ഇടാനും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ കറക്റ്റായിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടില്ലേ, ഇൻവിജിലേറ്റേഴ്സ് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇനി വിട്ടുപോയോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആൻസർ ഷീറ്റ് നിങ്ങളുടെ ആണ്, അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മസ്റ്റായിട്ടും ബോൾ പെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, മിക്സ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാം. അതുപോലെ ഡു നോട്ട് മൾട്ടിപ്പിൾ ടിയേഴ്സ് ഓഫ് ദ റെസ്പോൺസ് ഷീറ്റ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ ആൻസർ ഒന്നും നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റില്ല. ഒരു ക്വസ്റ്റിന് 2 ആൻസർ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ 2ഉം ബബിൾ ചെയ്യാൻ പറ്റില്ല. ഒരു ക്വസ്റ്റിന് ഒറ്റ ആൻസറേ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ, മാർക്ക് യുവർ ആൻസർ ഷീറ്റ് ഇൻ പ്രോപ്പർ കോളം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ക്വസ്റ്റിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിനനുസരിച്ച് തന്നെ ആൻസർ ഷീറ്റിലും ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ കറക്റ്റ് കോഴ്സ് കോഡ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വായിച്ച് കോഴ്സ് കോഡും എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യാനുള്ള ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ എൻറോൾമെന്റ് നമ്പർ ഫില്ല് ചെയ്യണം, ബബിൾ ചെയ്യണം, അതുപോലെ കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുക. ഇതുപോലെ കോഴ്സ് കോഡ് ഇവിടെ ബബിൾ ചെയ്യണം. അതുപോലെ എക്സാം സെന്റർ കോഡ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. പ്രോഗ്രാം കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മന്ത്, ഇയർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ബബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതാൻ നോക്കുക. കാരണം ഇത് എക്സ്ട്രാ ഷീറ്റൊന്നും അഡീഷണൽ ഷീറ്റൊന്നും അവർ തരില്ല. ഒറ്റ ആൻസർ ഷീറ്റ് ഒരാൾക്ക് തരുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഡിഗ്രി എക്സാം ആണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എഴുതാം. അപ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതുപോലെ OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എനിവേ, താങ്ക് യു.